വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അപ്പോൾ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നെ വിറ്റിട്ട്, കോണ്ടന്റ് വിട്ടിട്ട്. ഞാൻ അതുകൂടെ ഞാനിങ്ങനെ ചെറുതായിട്ടും ഞാനൊന്ന് വലിച്ച് ഞാനും കുറച്ച് പൈസ ഉണ്ടാക്കട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കല്ലേ. ഞാനും അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് മറ്റേ കടലിലെ ഈ മീനിന്റെ അടിയിൽ ഈ കുറച്ച് മീനോട് നിൽക്കുമല്ലോ, എന്തോ പാരസിറ്റ്, അവരും ഈ കഴിക്കുന്ന ഫുഡുകൾ ബാക്കി കഴിക്കും. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട. കാരണം നമുക്കിന്ന് അധികം ഇരുന്ന് ഫ്രീ ആയി കത്തിയടിക്കാനുള്ള ഒരു നേരമല്ല. കാരണം ഒരുപാട് സംസാരിക്കാനുണ്ട്. എപ്പോൾ സംസാരിച്ച് തീരും എന്ന കാര്യം പോലും എനിക്ക് അറിയില്ല. കാരണം ഈ വീഡിയോനെ ബേസ് ചെയ്തിട്ടുള്ള ഹെലൻ ഓഫ് സ്പാർട്ടയുടെ വീഡിയോയും ഞാൻ ഈ രാത്രിയാണ് കാണുന്നത്. സമയം ഇപ്പം എത്രയായെന്ന് അറിയോ? കറക്റ്റ് 9:15. ഞാൻ കരുതി രാവിലത്തേക്ക് വെക്കണ്ട, വേഗം തന്നെ ഇത് സംസാരിച്ചിട്ട് പോകാമെന്ന്. ഹെലൻ്റെ ചാനലിലുള്ള വീഡിയോ ഞാൻ ഇതിലെടുത്ത് സംസാരിക്കുന്നില്ല. കാരണം നല്ല ക്ലിയർ കട്ടായിട്ട് ഹെലൻ അതിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജാസി ചേച്ചി പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെയും കൂടെ ചെറുതായിട്ട് കുത്തിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഈ വീഡിയോ അങ്ങ് തകർക്കാം. ആദ്യം തന്നെ ഓക്കെ, ജാസി ചേച്ചിയുടെ കണ്ടന്റ് വിട്ടിട്ടാണ് ഞങ്ങൾ അരി തിന്നുന്നതെങ്കിൽ ആ കണ്ടന്റ് വിറ്റ് ഞങ്ങൾ തിന്നുന്ന അരി പെറുക്കിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി ചോറുണ്ടാക്കി ജാസി ചേച്ചി തിന്നോളൂ. കാരണം ജാസി ചേച്ചി അതാണല്ലോ ഈ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. കാരണം ജാസീൻ്റെ കണ്ടന്റ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് ഇൻകം കിട്ടുന്നത്. അപ്പോൾ ആ കണ്ടന്റുകൾ എടുത്ത് വെക്കുക എന്ന് വെച്ചാൽ ഞങ്ങളെ ചോറ് പെറുക്കി തിന്നിട്ടാണ് ജാസി എന്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും എന്താണ്, തുല്യ ദുഃഖിതരാണ്. ഓക്കെ, സോ ലെറ്റ്സ് നോക്കാം ഓരോന്ന് ബിദാം. പിന്നെ എനിക്ക് കുറേ ആൾക്കാരൊന്നുമില്ല. ജാസിക്ക് ജാസിയേ ഉള്ളൂ. ജാസിന്റെ പ്രതികരണം ജാസിയെ പറയുള്ളൂ. ജാസിനെ സപ്പോർട്ട് ചെയ്തിട്ട് സപ്പോർട്ട് ഈ പറഞ്ഞ ഇന്ത്യ സപ്പോർട്ട് കുറെ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ എനിക്ക് വേറെ ആരുമില്ല. എനിക്ക് ജാസിയേ ഉള്ളൂ. ആരും പുഷും ഞാൻ ചെയ്യാറില്ല. പിന്നെ വേറെ കുറെ ആൾക്കാരെ ഇതാക്കി അവർ ട്രോളിപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ സാമാന്യ ബുദ്ധി വെച്ചെന്ന് ചിന്തിച്ചാൽ മതി. ജാസി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്. ഞാൻ എന്നെ പൊക്കി പറയൊന്നും. നമ്മുടെ ജാസി ചേച്ചി പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ചാൽ, ജാസി ചേച്ചിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ എടുത്തുകൊണ്ട് നമ്മളെല്ലാവരും സംസാരിച്ചത് ഹെലൻ ഓഫ് സ്പാർട്ടയുടെ കൊട്ടേഷൻ കിട്ടിയിട്ടാണ് എന്ന രീതിയിലാണ് ആൾ സംസാരിക്കുന്നത്. ഓ മൈ ഡിയർ ജാസി ചേച്ചി, എനിക്ക് ഈ ജാസി എന്ന് പറയുന്ന വ്യക്തിനെയും ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന വ്യക്തിനെയും സോഷ്യൽ മീഡിയയിൽ കൂടെ മാത്രമേ അറിയൂ. എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഞാൻ അധികം പേരെയൊന്നും ഈവൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന പോലുമില്ല. ആൻഡ് ഫോളോ ചെയ്യുന്നത് വളരെ എനിക്ക് ക്ലോസ് ആയിട്ട് അറിയുന്ന എൻ്റെ ക്ലോസ് കണക്ഷൻസ് മാത്രമാണ്. അതിൽ യൂട്യൂബേഴ്സ് വളരെ കുറവാണ്. വളരെ ചുരുക്കം വിരലിൽ എണ്ണാവുന്ന 3-4 യൂട്യൂബേഴ്സായിട്ട് മാത്രം കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ആൻഡ് മറ്റൊരാൾ പറയുന്നത് കേട്ട് കോണ്ടന്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ഇന്ന് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടക്കുന്ന ഒരു ടോപ്പിക്ക് ജാസിയുടെയാണ്. ഈവൻ എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് ജാസിൻ്റെയാണ്. അതുപോലെ നമുക്കെടുത്ത് റിയാക്ട് ചെയ്തൂടെ? അതിന് ഹെലൻ ഓഫ് സ്പാർട്ട പറയേണ്ട ആവശ്യം എന്താണ്? ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഹെലൻ ഓഫ് സ്പാർട്ട സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു 10-15 ദിവസമായിട്ടേ ഉള്ളൂ. ഇതിനു മുമ്പേ നമ്മൾ ജാസീൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. ജാസി ആഷീൻ്റെ ഉമ്മാനെ കയറി തെറി വിളിച്ചത്, ജാസി വേറൊരു പെണ്ണിനെ കയറി കല്യാണം കഴിച്ചത്. എൻ്റെ ചാനലിൽ എനിക്ക് ഫസ്റ്റ് 3 ലക്ഷം കിട്ടിയ വീഡിയോ ജാസിയുടെ ഫസ്റ്റ് വീഡിയോയാണ്. ഇവിടെ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോഴും കറൻ്റ്ലി എനിക്ക് അതിൻ്റെ തമ്മിൽ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് വരുന്ന കാണാൻ എൻ്റെ ഒരു മഞ്ഞ ടോപ്പ് ഇട്ടിട്ടുള്ളൊരു വീഡിയോ. അതുകൊണ്ട് തന്നെ ജാസി ചേച്ചിൻ്റെ വീഡിയോ വേറെ ആൾക്കാർ പറഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ജാസി ചേച്ചി ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് തോന്നിയാൽ തെറ്റെന്ന് പറയും, നല്ലതാണെന്ന് തോന്നിയാൽ നല്ലതാണെന്ന് പറയും. ജാസി ചേച്ചി മാത്രമല്ല, ഈ സൊസൈറ്റിയിൽ കറൻ്റ്ലി ഡിസ്കഷനിൽ നിൽക്കുന്ന ഏത് ന്യൂസൊക്കെയാണോ എടുത്ത് സംസാരിക്കണം എന്ന് തോന്നുന്നത് അതൊക്കെ ഞാൾ സംസാരിക്കുന്നുണ്ട്. അല്ലാണ്ട് ഞാൾ കൊട്ടേഷനിലല്ല. ഒന്ന് ലീക്കായിരുന്നു. അപ്പോൾ ആ ലീക്കായ സമയത്ത് ഇത് ജാസിന്റെ നമ്പർ ആണെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്തതിൽ പുതിയ ഒരു അക്കൗണ്ട് 8 ഫോളോവേഴ്സേ ഉള്ളൂ. എത്ര പേര്, ഒരു 14 പേര് അവർ തിരിച്ചു ഫോളോ ചെയ്തുള്ളൂ. പക്ഷെ എൻ്റെ ആ പ്രൊഫൈൽ പിക്ക് ഇട്ടിട്ടുള്ള ആ വീഡിയോ കയറിയത് 235K ആണ്. വ്യൂസ് ഉണ്ട്. ജാസി എന്ന് പറയുമ്പോൾ അവിടെ വ്യൂസ് ഉണ്ട്. അതെ, ഇപ്പൊ കറന്റ്ലി സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആയി നിൽക്കുന്ന വ്യക്തി ജാസി തന്നെയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ജാസിയുടെ ഒരു കോൺട്രവേഴ്സി വരുന്ന സമയത്ത് ആൾക്കാർ മുഴുവൻ കാണും. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കോൺട്രവേഴ്സീസ് കാണുന്ന എല്ലാവരും ജാസിനെ അങ്ങ് ഇഷ്ടപ്പെട്ട് കാണുകയല്ല. കുറേ കാറ്റഗറി ഓഫ് ആൾക്കാർ ജാസി എന്ന് പറയുന്ന വ്യക്തിനെ വെറുത്തുകൊണ്ട് കാണുന്ന കുറേ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഈവൻ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികൾ തന്നെ ഇതെടുത്ത് കാണുന്നുണ്ട്. നിങ്ങളെ കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികൾ തന്നെ ഈ വിഷയം എടുത്ത് ട്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികൾ വരെ നിങ്ങൾക്ക് അഗെയിൻസ്റ്റ് ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ട്. അതിലും വലുത് എന്താണ് ഇവിടെ പ്രത്യേകിച്ച് കാണാനുള്ളത്?
ആൻഡ് ജാസി എന്ന് പറയുന്ന വ്യക്തി കൊണ്ട് മാത്രമേ സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കൂ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ പേഴ്സണലി യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ സൊസൈറ്റിയിൽ ഡിസ്കഷനുള്ള ഏത് ടോപ്പിക് ഇട്ടാലും റീച്ച് ഉണ്ട്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ചെയ്ത് സിലോ ടോക്സ് എന്ന് പറയുന്നതാണ്. ജാസീൻ്റെ ടോപ്പിക്കിനേക്കാളും എനിക്ക് റീച്ച് അതാണ്. ഞാൻ നമ്മളുടെ അതിജീവിതയുടെ വിഷയം ചെയ്തു, ജാസീൻ്റെ ടോപ്പിക്കിനേക്കാൾ റീച്ച് അതാണ്. ഈവൻ ഏറ്റവും നെഗറ്റീവ് കോൺട്രവേഴ്സിയുടെ ഹെഡ് ഓഫ് ദി മിനിസ്റ്റർ ആയിട്ടുള്ള നമ്മളുടെ രേണുസുധീൻ്റെ ടോപ്പിക്ക് ചെയ്തു, ജാസീനേക്കാളും റീച്ചാണ്. അപ്പം ഇതിലൊരു റീച്ച് അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വലിയ ഉള്ളിയൊന്നും അല്ല. അല്ലെങ്കിൽ ഷെയറും വീഡിയോസും ലൈക്കും അത് കണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഇത്രയും നെഗറ്റീവ് എന്നെ പറയുമ്പോഴും നിങ്ങൾ കണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ, അത് ജാസ്തി വിജയല്ലേ? അതൊന്ന്. പിന്നെ എനിക്ക് കാര്യങ്ങൾ പറയാൻ വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാൻ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഒരാളും പേടിക്കുന്ന ആവശ്യം. ഇതിൻ്റെ അപ്പുറത്തേക്ക് തെറി പറഞ്ഞ് വീഡിയോ ചെയ്യാൻ എനിക്കറിയാം. പക്ഷെ അത് എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലാത്ത വ്യക്തിയല്ല. ഞാൻ പണ്ട് ടിക്ടോക്ക് ഉള്ള സമയത്ത് ഞാൻ നല്ലോണം പറഞ്ഞിട്ടുണ്ട്, ഇല്ലാന്നൊന്നും പറഞ്ഞില്ല. അത് എന്നെ അത്രയ്ക്ക് ഹേറ്റ് ചെയ്ത ആൾക്കാരെ ഞാൻ നല്ലോണം പറഞ്ഞിട്ടുണ്ട്, വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാവായിരിക്കും എവിടെയൊക്കെ ആയിട്ട്. പക്ഷേ എനിക്ക് അത് താല്പര്യമില്ല. കാരണം ഇപ്പോൾ എനിക്ക് എൻ്റെ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫാമിലീസ് കാണുന്നുണ്ട്, കുട്ടികൾ കാണുന്നുണ്ട്. പൊന്നുസൈയും കൂടി വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ എൻ്റെ ഫാനാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ എൻ്റെ ഒരു ഇവിടെ ജാസി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ കറൻ്റ്ലി തെറി വിളിക്കുന്നില്ല. കാരണം ഞാൻ തെറി വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ ചാനൽ ഒരുപാട് കുട്ടികളും അമ്മമാരും വലിയവരും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരുപാട് ഫാമിലി സപ്പോർട്ട് ഉണ്ട്. അറിയില്ല, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, സപ്പോർട്ട് ഉണ്ടാവുമായിരിക്കും. ഈവൻ പല സ്ഥലങ്ങളിലും മുമ്പ് ജാസീനെ കാണുമ്പോൾ ആൾക്കാർ വന്ന് അത് നല്ല കാര്യമാണ്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റീനെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിലൊന്നും ആർക്കും ഒരു പരാതിയുമില്ല, പരിവുമില്ല. അത് സപ്പോർട്ട് ചെയ്യട്ടെ, അത് അങ്ങനെ തന്നെ ആവട്ടെ എന്നൊക്കെ തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. പക്ഷേ നിങ്ങൾ ഈ നെഗറ്റീവ് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയൊരു വിചാരം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീഡിയോസ് ഒരു 4 ആൾ കണ്ടാൽ, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് ഒരു 4 ആൾ കേട്ടാൽ, വീഡിയോൻ്റെ താഴെ 4 കമൻറ്റ് വന്നാൽ നിങ്ങൾ കരുതുന്നത് ഇതൊക്കെ നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വരുന്ന ആൾക്കാരാണ്, ഇവരൊക്കെ നിങ്ങളുടെ ഏറ്റവും വലിയ ആരാധകരാണ് എന്നാണ്. അല്ലടോ, അല്ല. നിങ്ങളുടെ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടാണ് നിങ്ങൾക്ക് റീച്ച് ഉള്ളത്. സിമ്പിൾ ഉദാഹരണം, സിലു ടോക്സിൻ്റെ ഹസ്ബൻഡ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി. ആ യൂട്യൂബ് ചാനലിൽ പുള്ളി ഒരു ലോങ് വീഡിയോ ഇട്ടു. ലോങ് വീഡിയോൻ്റെ ടൈറ്റിൽ തന്നെ പുള്ളിയുടെ ഷോപ്പിലുള്ള ഒരു സാധനം സെയിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ ഒരു സാധനം ടൈറ്റിൽ ഇട്ടുകൊണ്ടിട്ട വീഡിയോ ഒരു ദിവസത്തിനുള്ളിൽ 2 ലക്ഷം വ്യൂ പോയി. എന്തിന്? ഒരു കടയിലുള്ള ഒരു ഊഞ്ഞാലി വിൽക്കുന്ന വീഡിയോ 2 ലക്ഷം പോയി. ഇത്രയേ ഉള്ളൂ. സിലോ ഡോഗ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു പകുതി മുക്കാൽ ആൾക്കാരും അത് എടുത്തു നോക്കി. ഈവൻ ഞാനാണെങ്കിൽ ആ വീഡിയോ എടുത്ത് നോക്കിയത് ആ പെർസ്പെക്റ്റീവിലാണ്. അപ്പം നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ള ആൾക്കാരെ ജനങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ നെഗറ്റീവ് കാണാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ അവരിൽ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് ഒരിക്കലും അവരുടെ പോസിറ്റീവ് കണ്ടുകൊണ്ടല്ല. അതായത് ഞാൻ പറഞ്ഞതാണ്, ആ കുട്ടി എന്നോട് പറഞ്ഞു പുറത്താണ് എനിക്ക് കാണണ്ടാന്ന്. ഇനി സീരിയസ്ലി പറയുക, ഐ ഡോണ്ട് വോണ്ട് ടു ഡിസ്കസ് ദിസ് ടോപ്പിക്. ജാസി ഇനി ഇവിടെ വന്ന് എന്തൊക്കെ ഇതിന് ലൊട്ടിലൊടുക്ക് ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഈ ഒരു സാധനം ജാസിയായിട്ട് ഒരിക്കലും എനിക്ക് പേഴ്സണലി അംഗീകരിക്കാൻ പറ്റില്ല. ഈ വ്യക്തിനോട് എനിക്കിപ്പോൾ ഇത്രയും ഹെയ്റ്റ് തോന്നുന്നതും ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇത്രയും വീഡിയോ ചെയ്യാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ ഇതാ. ഇവരെന്തിൻ്റെ ബേസിസിലാണ് ഇവർ ഈ സാധനം ന്യായീകരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഞാൻ ആ പീസ് വേണമെങ്കിൽ അടുത്ത ക്ലിപ്പായിട്ട് കാണിച്ചു തരാം. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കാണാൻ വരുന്നുണ്ട്. ഈ കാണാൻ വരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ സർജറി ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു അന്ന് ഹെലൻ, അതുകൊണ്ടാണ് ഹെലന് കാണിച്ചു കൊടുത്തത്. ഇത് എന്ത് ഫിലോസഫിയാണ് ജാസി? സീരിയസ്ലി ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ജാസി വേറെ ഒന്നിനും മറുപടി തരണ്ട. ജാസീൻ്റെ കേസും ജാസീനെ ഇപ്പോൾ ഹെലൻ നല്ല രീതിയിൽ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ഹെലൻ്റെ വേ ഓഫ് സ്റ്റൈലാണ്, അതിനെ പറയാൻ ഞാൻ ആളല്ല. ജാസിക്ക് അത് ഹേർട്ടായിട്ടുണ്ട്, ജാസി കേസ് കൊടുത്തു എന്ന് എന്തൊക്കെയൊക്കെയോ കിട്ടും, അതൊക്കെ ഒരു സൈഡ് കിടക്കട്ടെ. പക്ഷെ എൻ്റെ ഒരു ചോദ്യം, ഇതിനെ ജാസി എങ്ങനെ ന്യായീകരിക്കുന്നത്? ജാസിക്ക് എങ്ങനെ ഇതിനെ ന്യായീകരിക്കാൻ പറ്റുന്നത്? ജാസി എന്ന് പറയുന്ന ഒരു വ്യക്തി ആണാണ്. ജാസീൻ്റെ ടോപ്പ് സർജറി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ഉള്ള പോലെ ജാസിക്ക് ബ്രസ്റ്റ് ഇല്ല. ജാസിക്ക് ബ്രസ്റ്റ് വേണം. ജാസി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു? സിലിക്കോൺ ബ്രസ്റ്റ് അവിടെ കൊണ്ടുപോയി പിടിപ്പിച്ചു. ഇതാണ് ജാസി ചെയ്തത്. അപ്പോൾ ഈ ഒരു സാധനം എങ്ങനെ ജാസിക്ക് വേറൊരു പരിചയമില്ലാത്തൊരു വ്യക്തിനെ ഇനി ഫ്രണ്ടാണെങ്കിൽ തന്നെ ഹെലനുമായിട്ട് എന്ത് ഫ്രണ്ട്ഷിപ്പാണുള്ളത്? നിങ്ങൾ ഡെയിലി ചാറ്റിംഗ് ഉണ്ടോ? ഡെയിലി കോളിംഗ് ഉണ്ടോ? നിങ്ങൾ മീറ്റപ്പ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ കറങ്ങാൻ പോയിട്ടുണ്ടോ? ഈ സാധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
ആകെ ഉണ്ടായത് ജാസിയുടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോൺട്രവേഴ്സിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ വീഡിയോ വ്യക്തി. ഇപ്പം എൻ്റെ വീഡിയോയിൽ ചില ആൾക്കാരൊക്കെ എന്തൊക്കെയോ കോണ്ടന്റുകൾ എനിക്ക് അയച്ചു തരും. അതുപോലെ തന്നെ പല വ്യക്തികൾക്കും പല ആൾക്കാരും പല കോണ്ടന്റുകളും അയച്ചു തരും. ഈ കോണ്ടന്റുകൾ അയച്ചു തരുന്ന സമയം നമ്മൾ അവരുടെ ഫ്രണ്ട്സ് ആവുകയാണോ? ജസ്റ്റ് ലൈക്ക് ഒരു കോണ്ടന്റ് നമുക്ക് അയച്ചു തരുന്നു, അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഈ ഫോൺ അങ്ങ് ഓഫ് ആയി ചെയ്യുക, ഒരു കോണ്ടന്റ് അയച്ചു തരുന്നു, നമ്മൾ സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ നിൽക്കുന്ന ഒരു ഫ്രണ്ടിനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് സ്വന്തം പേഴ്സണൽ പാർട്ട് കാണിക്കുന്ന ഒരു സ്ത്രീയെ എങ്ങനെ സ്ത്രീയായി വിളിക്കും? ജാസി എന്ന് പറയുന്ന വ്യക്തിനെ പേഴ്സണലി ഇവിടെ സ്ത്രീയായിട്ട് വിളിക്കാൻ പറ്റാത്തതിൻ്റെ എൻ്റെ വൺ ഓഫ് ദി മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ഇഫ് യു ആർ എ വുമൺ യു കാൺട്ട്, നിങ്ങൾക്ക് ഒരിക്കലും വേറൊരു അന്യ സ്ത്രീനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. എനിക്കറിയില്ല ജാസി എന്ത് പൊട്ടത്തിയായിട്ടാണ് അല്ലെ പൊട്ടനായിട്ടാണ് ഈ ഒരു സാധനത്തെ വീണ്ടും വീണ്ടും ഇങ്ങനെ ന്യായീകരിക്കുന്നതെന്ന്. എന്നോട് എപ്പോഴാണ് ഞാൻ പറഞ്ഞത്? അതാണ് എനിക്ക് ഇപ്പൊ നീ അടിച്ച എനിക്ക് തിരിച്ചു ചോദിക്കുന്നത്. എനിക്ക് കാണണ്ട, ഞാൻ പുറത്താണ് എന്ന് പറഞ്ഞ വ്യക്തിനെ വീഡിയോ കോൾ ചെയ്ത് സ്വന്തം തുണി മാറ്റി കാണിക്കേണ്ട ആവശ്യം ജാസിക്ക് എന്തായിരുന്നു? സീരിയസ്ലി ചോദിക്കുക. എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവർക്ക് എന്തിനു കാണിച്ചു? റിയാക്ഷൻ വീഡിയോ ചെയ്ത് എല്ലാവരെയും കാണിക്കണമെങ്കിൽ എല്ലാവരെയും കാണിക്കണ്ടേ? എത്ര പേര് ഈ ടോപ്പിക് എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്? കാണണ്ട, പുറത്താ എന്ന് ഹെലൻ പറഞ്ഞിട്ടും ഹെലനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറ്റത്തരമാണ്. അതിനി എന്തൊക്കെ മെഴുകിയിട്ടും കാര്യമല്ല. ഇത്രയും കാലം ജാസി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, തുണി പൊക്കി കാണിച്ച സ്ത്രീയായിട്ട് എന്നെ നിങ്ങൾ കമ്പയർ ചെയ്തു എന്ന്. ഇത് അതിൻ്റെ വേറൊരു പതിപ്പ് തന്നെയാണ് ഈ ഒരു സാധനം. താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും സ്വന്തം പേഴ്സണൽ പാർട്ട് വീഡിയോ കോളിൽ കൂടെ തുറന്നങ്ങ് കാണിക്കുക. ആൻഡ് അടുത്തിരിക്കുന്ന ആശിനോട് ചോദിക്കുക, എൻ്റെ പൊന്നു സഹോദര, താങ്കൾ ഈ സ്ത്രീയുമായിട്ട് ഇഷ്ടത്തിലാണ്, സ്നേഹത്തിലാണ്, പ്രണയത്തിലാണ്, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുക, നിങ്ങൾക്കിതൊക്കെ ഇഷ്ടമാണ്? സ്വന്തം പാർട്ട്ണർ അവരുടെ പേഴ്സണൽ ഭാഗം വേറൊരു സ്ത്രീനെ വീഡിയോ കോളിൽ കൂടെ കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണ്? നിങ്ങൾക്ക് ഇതാണോ നിങ്ങളുടെ ഒരു ഇഷ്ടം? ഇതാണോ നിങ്ങളുടെ ഒരു അറ്റാച്ച്മെൻറ്റ്? ഇതാണോ നിങ്ങളുടെ ഒരു വേ ഓഫ് കെയറിങ്? അപ്പോൾ പൊതുവേ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊസസീവാണ്, ആഷിക്ക് എൻ്റെ വസ്ത്രധാരണ ഇഷ്ടമല്ല, ആഷിക്ക് ഞാൻ അത് ഇടുന്നതാണ് ഇഷ്ടം, ആഷിൻ്റെ ഫോണിൽ ഞാൻ ഒക്കെ മെസ്സേജ് അയച്ച് എനിക്ക് ഇഷ്ടം. ഈ കൈൻഡ് ഓഫ് ടോക്സിക് പൊസസീവ്നെസ് കാണിക്കുന്നതിന് പകരം ഇവിടെയൊക്കെ കാണിക്കുക. ഇവിടെയൊക്കെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കും, മോളെ നീ ചെയ്ത തെറ്റാണ്, നിന്റെ വളരെ പേഴ്സണൽ ഭാഗമാടി നീ കൊണ്ടുപോയി മറ്റൊരാൾക്ക് കാണിച്ചിട്ടുള്ളത് എന്ന് പറയാം. ഞാൻ എവിടെയും കുഞ്ഞു നിൽക്കാൻ പോയിട്ടില്ല. ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് ഞാൻ ഒരാളെ കൂടെ തന്നെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വേറെ ആൾക്കാരുടെ ലൈഫിലേക്ക് കയറിയിട്ട് എൻ്റെ കല്യാണമാണ് അല്ലെങ്കിൽ എൻ്റെ സേവ് ഡേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ആണ്ട് കൂടെ കുറെ നടന്നിട്ട് സേവ് ഡേറ്റും കഴിഞ്ഞ് അടുത്ത് അവനെ ചവിട്ടി വേറൊരു ആണ്ട് കൂടെ നടക്കും, എന്നിട്ട് അവരുടെ കൂടെ സേവ് ഡേറ്റ് ആയിട്ടും കല്യാണം കഴിയും. അതെനിക്കില്ല. ജാസി വർഷങ്ങളായിട്ട് ഒരു ആണിനെ കൂടെ നടക്കുള്ളൂ, ആഷി. അത് ലോകം മുഴുവൻ അറിയാം, മനസ്സിലായോ? എത്ര വർഷങ്ങളായിട്ട് ഞാൻ വേറൊരാളെ കൂടെ പോയിട്ട് കൊഞ്ചി കഴിഞ്ഞിട്ട് അവരെ കൂടെ കുറേ നടന്ന് അക്കൗണ്ട് റീച്ച് ആക്കി കൊടുത്ത് പിന്നെ അടുത്തൊരാളെ പിടിച്ച് അവരെയും കുറേ നടന്ന് അവരെ അക്കൗണ്ട് ആ പരിപാടി ജാസി ഈ ഒരു സാധനത്തിന് ഹെലൻ സ്പാർട്ട്നെയാണ് പറഞ്ഞത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ നല്ല വ്യക്തമായ മറുപടി ഹെലൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു വ്യക്തി റിലേഷൻഷിപ്പിലാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി കോമൺ. അവർ ഇഷ്ടപ്പെടുക എന്നുള്ളത് വളരെ കോമൺ ആണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവർ മ്യൂച്വലി നല്ല രീതിയിൽ അല്ലെങ്കിൽ ഗെറ്റ് സെപ്പറേറ്റഡ് ആവുക എന്ന് പറയുന്നതും വളരെ കോമൺ ആണ്. ടോക്സിക് റിലേഷൻഷിപ്പിലൂടെ കടന്നുപോയി അത് ആത്മഹത്യയിലോട്ട് പോകേണ്ട ആവശ്യം ഈ ലോകത്തിൽ ആർക്കും ഇല്ല. നമുക്ക് ഇഷ്ടപ്പെട്ട് ഫ്രണ്ടോട്ട് പോകുമ്പോൾ നമ്മൾ തമ്മിലൊരു മ്യൂച്വൽ കണക്ഷൻ തോന്നുന്നില്ല, അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് അവർ ബ്രേക്കപ്പ് ആവും, അവർ മൂവ് ഓൺ ആവും. ഇറ്റ്സ് എ ടൈം ടേക്കിംഗ് പ്രോസസ്സ്. അതിന് ഒരുപാട് സമയം വേണം. അതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷെ ജാസി ചെയ്ത് തെണ്ടിത്തരാം. കാരണം ജാസി എന്നൊരു വ്യക്തി പറഞ്ഞത് പ്രകാരം ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് പെണ്ണാവാനാണ് ഇഷ്ടം, ഞാൻ പെണ്ണായിട്ടാണ് നടന്നിട്ടുള്ളത്. പിന്നെ എന്തിനാ ഒരു പെണ്ണിനെ കയറി കല്യാണം കഴിച്ചേ? ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. ജാസി ഓൾറെഡി കല്യാണം കഴിച്ചതാണല്ലോ. ഞാൻ അതിൻ്റെ വീഡിയോ കിട്ടുകയാണെങ്കിൽ സൈഡിൽ ഞാൻ ആഡ് ചെയ്യാം. അല്ലേ വേണ്ട, ഞാൻ ആഡ് ചെയ്യുന്നില്ല. ആ പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കണ്ടല്ലോ. രണ്ട് മാസത്തോളം ആ പെൺകുട്ടീൻ്റെ കൂടെ, ഇത് എൻ്റെ അമ്മയുടെ ഫോണാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, അതാണ് ഇട്ടിട്ട് 2-3 മാസം ആ പെൺകുട്ടീൻ്റെ കൂടെ ഓൾറെഡി ജീവിച്ചതാണല്ലോ. അതിലും വലിയ തെണ്ടിത്തരം വേറെ ആരും ചെയ്തിട്ടില്ല. സ്വന്തം സ്വത്തും, എനിക്കറിയില്ല അത് സത്യമാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇപ്പോൾ കറൻ്റ് വേറെ ഒരെണ്ണം പറഞ്ഞത് എനിക്കറിയില്ല. സ്വന്തം ജെൻഡർ ട്രാൻസ് വുമൺ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് കുറേ കാലം മുമ്പേ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് 2 മാസം ജീവിക്കുന്നത് ഒരു ശരിയായ പ്രവൃത്തിയാണോ?
അതുവഴി ആ പെണ്ണിൻ്റെ ജീവിതം നശിപ്പിച്ചില്ലേ? പല ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തിക്കും നെഗറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് അല്ലേ കൊടുത്തേ? ഒന്ന് കല്യാണം കഴിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്ക്. പറ്റുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പോകാൻ, പറ്റില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പുറത്തോട്ട് വരാൻ. ആൻഡ് ഈ ആഷിയായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആഷി ജാസി എന്ന് പറഞ്ഞാൽ പഴയ വീഡിയോ ഒന്ന് അടിച്ചു നോക്ക്. ലൈവ് കൂടെയുള്ള തെറിവിളി, ആഷിക്ക് കിട്ടിയ അടി, ആഷി വന്ന് ജാസീനെ പറ്റി പറഞ്ഞത്, ഇവൻ ഒരാളാന്ന് പറഞ്ഞത്, ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. നിങ്ങളില്ലേ, നിങ്ങൾ മറ്റൊരാളെ കുറ്റം പറയുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക? ഇപ്പം ഇത്രയും ജാസീൻ്റെ പാസ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തത് ജാസി പറഞ്ഞത്. ജാസി വളരെ സിമ്പിളായിട്ട് ഹെലനെ ഒന്ന് കുത്തിയിട്ട് അങ്ങ് പോകാമെന്ന് കരുതി. പക്ഷെ ആ കുത്തുന്നതിന് മുമ്പ് ആദ്യം അവനവനെ ഒന്ന് നോക്കുക. നാം എന്താണ് അവസ്ഥ എന്ന് നോക്കിയതിന് ശേഷം മാത്രം പറയുക. ഹെലന് പറയാം, ഞാൻ കമ്മിറ്റഡ് ആയിരുന്നു, ഞങ്ങൾ പാച്ചായി പോയില്ല, സോ ബ്രേക്കപ്പ്, ഹാപ്പിലി ഞങ്ങൾ മൂവ് ഓൺ ആയി. ഹെലന് കൂളായിട്ട് പറയാം, അവിടെ വേറെ സീനില്ല. ജാസിക്ക് ഇതിന് എന്താ എക്സ്പ്ലനേഷനാണുള്ളത്? ഞാൻ 16 വയസ്സ് തൊട്ടിട്ട് ഞാൻ എന്നെ പെണ്ണായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത്, എന്നിട്ട് 27 വയസ്സിൽ പോയിട്ട് ഒരു പെണ്ണിനെ കെട്ടുന്നതിന് എന്ത് എക്സ്പ്ലനേഷനാണുള്ളത്? ജസ്റ്റ് തിങ്ക്. ഇല്ല, എനിക്ക് ഒറ്റ തന്തേ ഉള്ളൂ. ആര്? അഷ്റഫ് പീരി. നീ പറഞ്ഞല്ലോ നിനക്കും ഒറ്റ തന്തേ ഉള്ളൂ എന്നുള്ളത്. അപ്പൊ നീ പറഞ്ഞ കാര്യങ്ങളിൽ പറയണം. തന്ത രണ്ടായ കാര്യങ്ങൾ നീ പറയരുത്. ഒറ്റ തന്തയാണെങ്കിൽ ആ ഇതിലെ രീതിയിൽ നീ സംസാരിക്കണം. മനസ്സിലായോ? ഞാൻ ഇത്രയും ഇതിൽ പറഞ്ഞത് നീ പച്ച കള്ളമാണ് ആൾക്കാരെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. പിന്നെ നിന്റെ കുറെ ട്രോളന്മാരും പോയിട്ട് നീ എന്നെ ട്രോളി ഞാൻ അങ്ങ് ഇരുന്ന് ഞാൻ അങ്ങ് വിഷമിച്ച് അക്കൗണ്ട് ഡിലീറ്റ് ആക്കി പോകുന്ന മോൾക്ക് തോന്നിയെങ്കിൽ നടക്കൂല. ജാസി ഇവിടെ തന്നെ ഉണ്ട്. ഇനിയിപ്പോ ഇത് കണ്ട് മോള് കുരി പൊട്ടി അടുത്ത വീഡിയോസ് ചെയ്യണോ? ചെയ്തോ, അതിന് മറുപടി ഞാനും ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ ഇങ്ങനെ പോവാം. നിനക്കും കുറച്ച് ക്യാഷ് കിട്ടും യൂട്യൂബിൽ നിന്ന്, അത് കണ്ട് എനിക്കും കുറച്ച് ക്യാഷ് കിട്ടും. അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ചേച്ചി കുറെ ആയിട്ട് ഇങ്ങനെ മിണ്ടാണ്ട് ഇങ്ങനെ തളർന്ന് കിടക്കരുത്. കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ച് ക്യാഷ് കണ്ട് പൊട്ടിയല്ലേ, കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ട് ഈ മാഡത്തിന്. കുഴപ്പമില്ല, ചെയ്തോ, നല്ല കാര്യമാണ്. യൂട്യൂബിൽ ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കുന്നതും ഇനിയിപ്പോൾ ഞാനല്ലെങ്കിൽ അടുത്ത കഴിഞ്ഞ് വേറെ ആളുടെ ആ കുട്ടീനെ കണ്ടന്റ് ഉണ്ടാക്കുന്നത് നല്ല കാര്യമാണ്. ഇതിന് മുമ്പ് പണ്ട് എപ്പോഴോ മോളെ നമ്മളെ ആരാണ് ആ ട്രോൾ ചെയ്തത്? മറ്റേ ഒരാൾ കുറേ ആയിട്ട് മോളെ ട്രോളിങ് ഉണ്ടായിരുന്നല്ലോ, അടിപൊളിയായിട്ട് അടിച്ച് അണ്ണാക്കി തന്നെ തന്നിട്ടുണ്ടായിരുന്നല്ലോ. ചെയ്യൂ, ജാസി ഒരു കോണ്ടന്റ് ഇടൂ, അത് കണ്ട് ഹെലൻ ഒരു കോണ്ടന്റ് ഇടൂ, അല്ലെങ്കിൽ ഹെലൻ ഒരു കോണ്ടന്റ് ഇടൂ, ജാസി ഒരു കോണ്ടന്റ് ഇടൂ. ദിസ് ഇസ് ലൈക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതൊരു ഡിസ്കഷനാണ്. പല ആൾക്കാരും ഇത് റിയാക്ട് ചെയ്യുന്നുണ്ട്, പല ആൾക്കാരും അവരുടെ പേജിൽ വന്നിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇത് ഇത്ര വലിയ തെറ്റായിട്ടുള്ള, അല്ലെങ്കിൽ ലോകം മുഴുവൻ അംഗീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ബഹിഷ്കരിക്കേണ്ട ഒരു വിഷയമൊന്നും അല്ലാത്ത സ്ഥിതിക്ക് ഇത് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ വരും. അവർക്ക് വരിയിട്ടുണ്ട്, ഇവർക്ക് വരിയിട്ടുണ്ട്, നമുക്ക് വരിയിട്ടുണ്ട്. കാരണം നിങ്ങളുടെയൊക്കെ കണ്ടന്റ് ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ പറയുന്നാലും ഞങ്ങൾക്ക് അരി തിന്നാൻ പറ്റൂ. സോ അരി തിന്നാൻ വേണ്ടി ഈ കോണ്ടന്റുകൾ ഞങ്ങൾ വീണ്ടും വീണ്ടും സംസാരിച്ചു കൊണ്ടേ നിൽക്കും. പിന്നെ ഇനി ഇതിനെ എങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും വേറൊരു പെണ്ണിന് അവളുടെ കൺസെൻറ്റ് ഇല്ലാണ്ട് അവൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും ഇത് പൊക്കി കാണിച്ചു കൊടുത്തിട്ടുള്ളത് തെണ്ടിത്തരമാണ്. ഒരു പെണ്ണിന് ചേർന്ന പണിയല്ല. നിങ്ങളുടെ ട്രാൻസ് വുമൺ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഞാൻ ചലഞ്ച് ചെയ്യാം. വേറെ ആരെങ്കിലും ഒരാൾ ഈ പ്രവൃത്തി ചെയ്യൂ? സീരിയസ്ലി ചോദിക്കുക. എൻ്റെ വീഡിയോ കാണുന്ന അല്ലെ ജാസീനെ സപ്പോർട്ട് ചെയ്യുന്ന ബാക്കി എല്ലാ പെണ്ണുങ്ങളോടും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു പെണ്ണുമായിട്ട് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ഒരു കമ്പനി മാത്രമേ ഉള്ളൂ, അവളെ വീഡിയോ കോൾ ചെയ്തിട്ട് തുറന്ന് നിങ്ങൾ കാണിക്കുകയോ? ഇല്ലല്ലോ. അതിനൊരു മറുപടി പറ. ആ മറുപടി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമാക്കി പറയും. പിന്നെ ഡബിൾ ഡാഡി ആരാണ്, ട്രിപ്പിൾ ഡാഡി ആയിരിക്കാമെന്നൊക്കെ ഉള്ളത് നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് തീരുമാനിക്കും. ആൻഡ് കുടുംബക്കാരെ യൂട്യൂബിലോട്ട് കൊണ്ടുവന്ന് സംസാരിക്കുന്നത് തീരെ ശരിയായിട്ടുള്ള കാര്യമാണ്. അത് ഹെലൻ സംസാരിക്കുകയാണെങ്കിലും ജാസി സംസാരിക്കുകയാണെങ്കിലും ജാസിക്ക് പറയാനുള്ള കാര്യം ഹെലൻ്റെ അടുത്തും, ഹെലന് പറയാനുള്ള കാര്യം ജാസിയുടെ അടുത്തും പറയും. അതിവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹെലനോസ് പാട്ട എന്ന് പറയുന്ന ഒരു വ്യക്തിനെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു യൂട്യൂബർ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, ബിക്കോസ് ഓഫ് ഹർ ബോൾഡ്നെസ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഹെലൻ എന്ന് പറയുന്ന വ്യക്തി യൂട്യൂബിൽ വീഡിയോ ഇടാൻ മടിയുള്ള ഒരാളാണ്. പല വിഷയങ്ങളും നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഹെലൻ എടുത്തു വന്ന് സംസാരിക്കുക. അപ്പോൾ യൂട്യൂബിൻ്റെ ഇൻകം കൊണ്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഹെലനെങ്കിൽ എത്രയോ വീഡിയോ എടുത്തിട്ട് ആൾക്ക് സുഖമായി പൈസ ഉണ്ടാക്കായിരുന്നു. ആൻഡ് സെക്കൻഡ് തിങ്, ഹെലൻ ഒരു ഷോപ്പുണ്ട്, എച്ച് എസ് ക്ലോത്തിങ് സെൻറ്റർ, ഞാൻ കണ്ടിട്ടുണ്ട്. ഹെലൻ ഒരു പുട്ടുപൊടിയുടെ ബ്രാൻഡാണ്. അപ്പോൾ ഷീ ഹാവ് ഹെർ ഓൺ പല കാര്യങ്ങളും, അല്ലാണ്ട് കല്യാണം കഴിച്ചു എന്ന് കരുതി. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഹെലനും ജാസിയും തമ്മിലുള്ളൊരു ബേസിക് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ജാസി ഓഫ് കോഴ്സ് റിച്ച് ആണ്, എനിക്കറിയാം, 2 ലക്ഷത്തിൻ്റെ സാരിയും 50 ലക്ഷത്തിൻ്റെ വാച്ച് ഇട്ട് കിടക്കുന്ന ആളാണ്, അങ്ങനെയെല്ലാം പറയുന്നത്. ഹെലനോസ് പാട്ട എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഹസ്ബൻഡിൻ്റെ ഫാമിലി, ആളുടെ ഫാമിലി ഒരുപോലെ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ആൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഏൺ ചെയ്തിട്ടുള്ള ഒരു ഇൻകം മാത്രമേ ഉള്ളൂ. ആ ഇൻകത്തിനുപരി ഉണ്ടാവുന്ന ഒരു കുടുംബ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബോണ്ടിങ്, ഒരു കണക്ഷൻസും ഉണ്ട്. അത് ഭയങ്കര വലുതാണോ? അപ്പോൾ അതിനെ വെട്ടിക്കാൻ വേറെ ഒന്നിനും കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് പിന്നെ
ആ കുട്ടി ട്രോളുന്ന രീതിയിൽ വളരെ മോശമായിട്ട് അങ്ങനെ അപ്പുറത്തേക്ക് മോള് കേൾക്കാത്ത അത്രക്ക് തെറി പറയാനൊക്കെ എനിക്കറിയാം. ജാസിയാണ് മലപ്പുറംകാരനാണ്, മലപ്പുറംകാരനാണ്, മനസ്സിലായോ? ഇതിൽ ജാസി ചേച്ചി പറഞ്ഞ ഒരു ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ നല്ല ഒരു അസല് മലപ്പുറംകാരനാണ്, ഞാനൊരു വയനാട്ടുകാരിയാണെന്നേ ഞാൻ പറയും. ഞാനൊരു വയനാട്ടുകാരി, കാരണം ഐ ഐഡൻറ്റിഫൈ മൈസെൽഫ് ആസ് ഫീമെയിൽ. സോ അതുകൊണ്ട് തന്നെ എൻ്റെ വായിൽ നിന്ന് ഈ ഡയലോഗോ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റോ മാത്രമേ വരൂ, വേറെ പ്രത്യേകിച്ചൊന്നും വരില്ല. ഇവിടെ ജാസി തന്നെ ജാസിൻ്റെ വായിൽ പറഞ്ഞു ഞാൻ നല്ലൊരു അസല് മലപ്പുറംകാരനാണ്. സോ യു ഐഡൻറ്റിഫൈ യുവർ സെൽഫ് ആസ് മെയിൽ, ഇതെനിക്ക് ചോദിക്കാണ്. പിന്നെ ഈ വീഡിയോയിൽ വേറെ കുറേ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്താണ്, കൊറ്റംകുളങ്ങര അമ്പലത്തിൽ പോയിട്ട് വിളക്കെടുത്ത വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതൊന്നും ജാസി നീ പറയണ്ട, പഴയ വീഡിയോകൾ നമ്മൾ ഓൾറെഡി ഇരുന്ന് കണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സംസാരിക്കുന്നത് ലാസ്റ്റ് പാർട്ട് എന്തായിരുന്നു, ജാൻമണീനെ കോൾ ചെയ്തത് അതിന് പറയേണ്ട ആവശ്യമില്ലടോ. ജാൻമണി തന്നെ ഓരോന്ന് വന്ന് പറഞ്ഞു, ജാൻമണി തന്നെ ഹെലനെ വിളിച്ച് സോറി പറഞ്ഞു, ജാൻമണി തന്നെ മീഡിയക്കാരെ മുമ്പിൽ വന്ന് മാറ്റി പറഞ്ഞു. ഇനി ഇവിടെ ജാസി വന്ന് ഈ പ്രസംഗിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇത് ജാൻമണിയും ഹെലനും തമ്മിലുള്ള പ്രശ്നമാണ്. അത് രണ്ടുപേരും ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്ന് നിന്ന് സംസാരിച്ച് തീർത്തു. അവിടെ ഈ ജാസി കയറി കൊരെ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ജാസിനോട് എനിക്ക് ഒരൊറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ, ജാസി എന്തിനാണ് അറിയാത്തൊരു പെണ്ണിനെ കയറി ഇത് മാറ്റിക്കൊണ്ട് കാണിച്ചു കൊടുത്തത്? അതിൻ്റെ ആവശ്യം എന്താണ്? ഒരു സ്ത്രീക്ക് ചേർന്ന പണിയാണോ ഇത് എന്നാണ് എനിക്ക് പേഴ്സണലി ഇവിടെ ചോദിക്കാനുള്ളത്. ഇതിനപ്പുറം എനിക്ക് വേറൊന്നും ചോദിക്കാനില്ല. ഇവരുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ വർത്തമാനങ്ങളോ അല്ലെങ്കിൽ സംസാരങ്ങളോ ഇതൊന്നും എടുത്തു വെച്ചിട്ട് ഹെലൻ കറക്റ്റ് ജാസി തെറ്റ് ഇതൊന്നും സംസാരിക്കാൻ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നില്ല. വൈ ഐ എം ടോക്കിംഗ് ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഈ ഒരു പൊക്കി കാണിക്കൽ എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് ഈ ടോപ്പ് പൊക്കി കാണിക്കലിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് ഇറ്റ്. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ചിൽഡ്രൻ, ബൈ.